ഹായ് ഫ്രണ്ട്സ്, വൈത്തൂർ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ പച്ചമുളക് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനോ ആ പൂക്കൾ കൊഴിയാതെ നിറയെ കായ്കൾ ഉണ്ടാകാനോ ആ പച്ചമുളക് ചെടിയുടെ മുരടിപ്പ് മാറി നല്ല ഹെൽത്തിയായി വളരാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വെള്ള മുളകാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരുപാട് കളർ മുളകുണ്ട്, ഒരുപാട് ഇനത്തിലുണ്ട്. കാന്താരി മുളക്, ഉണ്ടമുളക്, വയലറ്റ് മുളക്, അങ്ങനെ ഒരുപാട് ഇനത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉണങ്ങിയ വിത്ത് നമ്മൾ പാകിയിട്ടാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. പാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മണ്ണും മണലൊക്കെ എടുത്തിട്ട് വിത്തിട്ട് കൊടുക്കും. വിത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് മണ്ണും കൂടി ഇട്ട് കൊടുക്കും അല്ലേ. അധികം ഈ വിത്ത് മണ്ണിൻ്റെ അടിയിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ തൈകൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 ഇല വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് മാറ്റി നട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. മാറ്റി നട്ട് കൊടുക്കുക. മാറ്റി നട്ട് കൊടുത്തിട്ട് അത് ഒന്നും കൂടി ഒരു 10 ഇലയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെടിയുടെ മുകൾ ഭാഗം 2-3 ഇല അതിൻ്റെ മുകളിലെ ആ നാമ്പ് നമ്മൾ നുള്ളിയെടുക്കണം കേട്ടോ. അതായത് മുകളിലത്തെ പോർഷൻ നമ്മൾ നുള്ളിയെടുത്താൽ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് നമുക്ക് അതിലൊക്കെ പൂക്കളും പൂമൊട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ മുളകിന്. അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് എപ്പോഴും മുളക് നട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വാഴവട്ടുള്ള കുറച്ച് വലിയൊരു ചട്ടിയിലോ പോട്ടിലോ ഇനി ഗ്രോ ബാഗിൽ എന്ത് കണ്ടെയ്നറിൽ നമുക്ക് നട്ട് കൊടുക്കുക. അപ്പോൾ ആ സൈസിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് മുളകുണ്ടാവും. പക്ഷേ അധികം ആൾക്കാർക്കും പൂക്കൾ കൊഴിഞ്ഞു പോകുക ചെയ്യുക. പൂക്കൾ ഒരുപാടുണ്ടാകും, പക്ഷേ പച്ചമുളക് ഉണ്ടാകുമ്പോൾ കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാകുക. നമുക്കറിയാം, നമ്മുടെ പച്ചമുളക് നമ്മുടെ ഉപയോഗം, അതായത് നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ദിവസം ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പച്ചമുളക് അല്ലേ. പച്ചമുളക് ഇല്ലാത്തൊരു കറിയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് കരിവേപ്പില പോലെ തന്നെ നമുക്ക് പച്ചമുളക് വേണം. അപ്പോൾ ഒരു തയ്യെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ അത് പറിച്ചെടുക്കും. അതുപോലെ തന്നെ കീടനാശിനി ഒന്നും അടിക്കാതെ അല്ലെങ്കിൽ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പച്ചമുളക് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ നടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിൽ കൊഴിഞ്ഞു പോകുക ചെയ്യുക. അധികം ആൾക്കാർക്ക് പൂക്കൾ അങ്ങനെ ഈ മുളക് കൂടുതലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. കാണിക്കുന്നില്ല, ഈ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിക്കുന്നില്ല, പറയുക ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ കഞ്ഞിവെള്ളം 2 ദിവസം മുന്നേ തന്നെ നമ്മൾ എടുത്ത് വെക്കുക. ഇന്നത്തെ കഞ്ഞിവെള്ളം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പുളിച്ച കഞ്ഞിവെള്ളം ആകുമ്പോൾ നല്ല രീതിയിലുള്ള അതിൽ എല്ലാ പ്രോട്ടീനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചാരം കൂടി മിക്സ് ചെയ്യുക. അതായത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തതിൻ്റെ ആ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്കൊരു വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2-3 സ്പൂണ് നമുക്ക് വിറക് കത്തിച്ച ചാരം കൂടി നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് ഒരു 4-5 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം ഇപ്പോൾ രാവിലെയാണ് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്കത് എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നന്നാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെടിയുടെ ചുവട്ടിൽ നല്ലൊരു വളമാണ്. നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനോ നിറയെ മുളകുണ്ടാകാൻ നല്ലൊരു വളമാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ അരിച്ച് മാറ്റി വെച്ചത് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടിയുടെ പൂവിലും ഇലയിലും തണ്ടിലും വേരിലും ഒക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പൂമൊട്ടുകളൊന്നും കൊഴിയാതെ എല്ലാ പൂമൊട്ടുകളും നമുക്ക് എന്താവും, മുളകായി മാറും കേട്ടോ. ആ മുളകായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതുകൂടാതെ നമുക്ക് ഇതിന് മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. താഴത്ത് ചുവട്ടിൽ എന്തിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചാണകപ്പൊടി ആയാലും നമുക്ക് ഇനി വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി അതൊക്കെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചമുളകിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചാണകമാണ്. ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ എന്ത് ചെയ്യുക, ചുവട്ടിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പച്ചമുളക് നമ്മൾ മാറ്റി നടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മാറ്റി നട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. മാറ്റി നടുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ കുറച്ച് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്തതിൽ അതിലേക്ക് നമുക്ക് ഈ ഒരു തൈകൾ എടുത്തിട്ട് മാറ്റി കൊടുക്കുക.
തൈകൾ പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ തൈകൾ ഒരുമിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 2 തൈകളൊക്കെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകും. ഇത് കുറച്ച് കാലം നിൽക്കുന്ന പച്ചമുളകിൻ്റെ മരമായത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ദിവസവും രാവിലെയും വൈകുന്നേരം കുറേശ്ശെ നമ്മൾ നനച്ചു കൊടുക്കണം. ഇതിൻ്റെ ചുവട് ഒരിക്കലും ഉണങ്ങിപ്പോവരുത്. ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും ഉണങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. നല്ല രീതിയിൽ നമുക്ക് പൂക്കളുണ്ടാകും. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പച്ചമുളക് കിട്ടും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചമുളകും നമുക്ക് ഇതിൽ കിട്ടും. ഇപ്പോൾ ഈ ഉണങ്ങി ചുവപ്പ് കണ്ടില്ലേ, ആ ചുവപ്പ് കുറച്ചും കൂടി നല്ല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്തിന് ആയിട്ടുള്ള പച്ചമുളകായി മാറിട്ടോ. ഈ രീതിയിലാണ് നമ്മൾ പച്ചമുളക് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പിന്നെ കുറച്ച് വെളിച്ചം അല്ലെങ്കിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് പച്ചമുളക് നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, പക്ഷേ കുറച്ചൊരു നല്ല രീതിയിൽ രാവിലത്തെ 2 മണിക്കൂറും വൈകുന്നേരം ഒരു 3 മണിക്കൂറും വെയിൽ തട്ടുന്ന രീതിയിൽ വെക്കണം.